ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ വീട്ടിലെ നല്ല നാടൻ ഉച്ചയൂണ് എന്തൊക്കെയാന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാനിതാ ചോറിനുള്ള പരിപാടിയാട്ടോ തുടങ്ങിയിട്ടുള്ളത്. വേഗം തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു. അതിതാ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം വേഗം തന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അതിന് ശേഷം ഇതാ നമ്മളെ വീട്ടിലുള്ള നല്ല നാടൻ മാങ്ങ ഒരു അഞ്ചാറിനൊക്കെ പൊട്ടിച്ച് വേഗം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ പിക്കിളുണ്ടാക്കി അതിങ്ങനെ ഉച്ചയാകുമ്പോഴത്തേ ഇരുന്ന് നല്ല സെറ്റായി വന്നോളും. അതിനുശേഷം ഞാനിതാ തേങ്ങയൊക്കെ തിരുമ്മി മാറ്റി വെച്ചു. പിന്നെ ചക്കക്കുരുവൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഉപ്പേരിക്കുള്ളതും ക്ലീൻ ചെയ്തു. അപ്പോഴത്തേതാ നമ്മളെ സാമ്പാറൊക്കെ നല്ല തിളച്ച് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. പൊടിയിട്ട് സാമ്പാറാണ്, തേങ്ങയൊന്നും അരച്ചിട്ടില്ല. പിന്നെ എന്താ ഒരു കുഞ്ഞ് മാങ്ങ ചമ്മന്തിയും കൂടെ സെറ്റാക്കുകയാണ്. നല്ല കാന്താരി മുളകും ചെറിയുള്ളിയും ഇഞ്ചിയും മാങ്ങയും കല്ലുപ്പും ഒക്കെ ഇട്ട് നല്ല അടിപൊളി അരച്ചതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേ നമ്മളെ കൂട്ടാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെമ്മീനും കൂടെ ഇട്ട് നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മൾ ചെറിയ ഉള്ളിയിലാണ് കേട്ടോ താളിച്ചൊഴിക്കുന്നത്. അങ്ങനെ ഇതാ കറിയിലേക്ക് താളിപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കറി ഇതാ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പപ്പടവും കൂടെ പൊരിക്കുകയാണ്. പപ്പടവും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. പുറത്ത് നല്ല തകൃതിയായി മഴ ഇതാ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അധിക ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നല്ല അടിപൊളി മഴയാണ്. പുറത്ത് നല്ല മഴയും അകത്ത് നല്ല അടാറ് ചൂട് ചോറും നല്ല അടിപൊളി ചക്കക്കുരും ചെമ്മീനും കറിയും സാമ്പാറും ഉപ്പേരിയും പപ്പടവും അച്ചാറും ഉപ്പിലിട്ട മാങ്ങയൊക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചയൂണ് കഴിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് എന്തായാലും ഗംഭീരമായിരുന്നു. അപ്പം ബൈ.